നമസ്കാരം. ഓഗസ്റ്റ് 6-ാം തീയതിയിൽ ചില നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സാധ്യതയും സാമ്പത്തിക നേട്ടവും തൊഴിൽ രംഗത്ത് അംഗീകാരവും കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകളും ചില നക്ഷത്രക്കാരെ തേടിയെത്തും. അതേസമയം ചില നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങളും മാനസിക സമ്മർദ്ദവും സാമ്പത്തിക ചെലവുകളും ഒക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്നും അതുപോലെ നാളത്തെ ദിവസം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ ലഭിക്കുന്നത് എന്നും അവർ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് ആ ദോഷഫലം കുറയ്ക്കാൻ എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്ന നക്ഷത്രം ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഏറെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ നാളായി വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമായി കാത്തിരിക്കുന്ന ആളുകൾക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശ ജോലിയൊക്കെ ശരിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ തിളങ്ങാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അതായത് നിങ്ങളുടെ കഴിവ് സഹപ്രവർത്തകരൊക്കെ അംഗീകരിക്കുന്ന, മാനേജ്മെന്റ് ഒക്കെ അംഗീകരിക്കുന്ന ഒരു ദിവസമായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മാറുന്നു. സാമ്പത്തികമായിട്ട് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വന്നു ചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുകയും നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ വാങ്ങാനും മറ്റ് ചില സ്രോതസ്സുകളിലൂടെ പണം നിങ്ങളിലേക്ക് എത്താനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. വിദ്യാർത്ഥികൾ പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ഗണപതി മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ധനലാഭത്തിനും തൊഴിൽ മുന്നേറ്റത്തിനുമൊക്കെ മികച്ച ഒരു ദിവസമാണ്. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് കുതിച്ചു കയറാൻ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില പ്രൊജക്റ്റുകളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിലുള്ള ഫലം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം നല്ല പദ്ധതികളും കൂടുതൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ്. പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് കഴിയുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ ഏറെ നാളായി ഒരു ബിസിനസ്സിന് തുടക്കം കുറിക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെങ്കിൽ അതിനെ പറ്റി അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നാളത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബാന്തരീക്ഷത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പിലേക്ക് പോവുകയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിട്ട് മാറുന്നു. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും നിങ്ങൾക്ക് നാളത്തെ ദിവസം. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുക. സാമ്പത്തിക ഇടപാടുകൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നടത്താൻ കഴിയുന്ന ഒരു ദിവസമാണ്. അതായത് നിക്ഷേപങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ദിവസമാണ്. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് ഐശ്വര്യത്തിന് കാരണമാകും. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലയിലും പുരോഗതിയുടെ സൂചനകളാണ് നാളത്തെ ദിവസം കാണുന്നത്. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്തു തീർത്തതിനാൽ നിങ്ങളെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും മാനേജ്മെന്റും ഒക്കെ അഭിനന്ദിക്കുന്നതായി കാണുന്നു. പിന്നെ ജോലി മാറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് നല്ല ചില ഓഫറുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബാംഗങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നാളത്തെ ദിവസം അവസാനിക്കും. നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനും ശമനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പിന്നെ പഴയ ചില സുഹൃത്തുക്കളെ കാണാനും അവരുമായി സമയം ചെലവഴിക്കാനും ഒക്കെ നിങ്ങൾക്ക്
കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. കൂടുതൽ സന്തോഷത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ: വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുമെങ്കിൽ ദർശനം നടത്തുക, അതും വളരെ നല്ല ഫലം നൽകുന്നതായിരിക്കും. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അവർ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് കാർത്തിക നക്ഷത്രമാണ് ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന്. കാർത്തിക നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് ചിലവുകൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് സമ്മർദ്ദം അനുഭവപ്പെടും. അത് നിങ്ങളെ നാളത്തെ ദിവസം കൂടുതലായിട്ടും വിഷമത്തിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മ മേഖലയിലുള്ള പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് നാളെ വളരെ വലിയ ഒരു വിഷമവൃത്തം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാം. കാരണം പലപ്പോഴും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ഇച്ചിരി മോശം പെരുമാറ്റം അല്ലെങ്കിൽ കടുപ്പിച്ച പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. മേലുദ്യോഗസ്ഥരിൽ നിന്ന് വഴക്ക് കേൾക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മിതമായ രീതിയിലുള്ള ബിസിനസ് മാത്രമേ നാളെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ. വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസമല്ല നാളത്തെ ദിവസം. നാളെ പിന്നെ ഇവർ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില പരിഹാര മാർഗങ്ങൾ പറയാം. അതിലൊന്ന്, ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ശിവന് ജലധാര വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. അത് മനസ്സിന് ശാന്തി നൽകും. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം വിട്ടു നിൽക്കുന്നതും ഉചിതമായിരിക്കും. തർക്കങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് മാനസിക അസ്വസ്ഥതയും പദ്ധതികളിൽ കാലതാമസവും ഒക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം. കൈനഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് മാനസികമായി വല്ലാത്തൊരു വിഷമവൃത്തത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് നാളത്തെ ദിവസം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യേണ്ടതാണ്. മാത്രവുമല്ല, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനയിൽ ആഴ്ത്തും. കുടുംബത്തിനകത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു നാളത്തെ ദിവസം. അത് നിങ്ങൾക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നത് കൂടി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്ക് ദോഷഫലം കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിലൊന്ന്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ദേവീ ക്ഷേത്രം കുറച്ച് ദിവസം തുടർച്ചയായി നടത്തുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ സ്ത്രീകൾക്ക് നാളത്തെ ദിവസം വസ്ത്രദാനമോ ഭക്ഷണദാനമോ ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കുന്നതായിരിക്കും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ആരോഗ്യ അസ്വസ്ഥതകൾ, യാത്രാ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നാളത്തെ ദിവസമുണ്ട്. മനസ്സിൽ ആശങ്ക രൂപപ്പെടുന്ന ഒരു ദിവസമായിട്ട് നാളെ മാറുന്നു. പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു 2-3 പ്രാവശ്യമൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് എടുക്കുക. കാരണം അത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ചെടുക്കുക. അല്ലെങ്കിൽ അതൊക്കെ അബദ്ധത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നാളെ ചെയ്യാതിരിക്കുക. കടം കൊടുക്കാതിരിക്കുക, കടം വാങ്ങാതിരിക്കുക. പിന്നെ അപരിചിതരായ ആളുകളെ അകറ്റി നിർത്തുന്നത് നല്ലതാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിൽ സമാധാനക്കുറവുണ്ടാകാം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ് നാളെ കാണുന്നത്. എങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിലൊന്ന്, ശ്രീകൃഷ്ണ നാമജപം നാളെ നടത്തുക. പശുവിന് ഭക്ഷണം നൽകുകയോ അല്ലെങ്കിൽ പക്ഷികൾക്ക് ധാന്യം വിതറുകയോ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്.
ക്ഷമയും സമാധാനവും പാലിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അതുപോലെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നാളത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന ചില പരിഹാര മാർഗങ്ങൾ പറയാം. അത് നിങ്ങളുടെ ഭാഗ്യബലം വർദ്ധിപ്പിക്കാനും ദോഷാനുഭവങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ അതിലാദ്യത്തെ, രാവിലെ ഉണർന്ന ഉടൻ ഇഷ്ടദേവതയെ സ്മരിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. വീട്ടിൽ ഒരു നെയ്വിളക്ക്, പൂജാമുറിയിലോ എവിടെയോ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ഒരു നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. കഴിയുമെങ്കിൽ ദരിദ്രരായിട്ടുള്ള ഒരാൾക്ക് ഭക്ഷണം നൽകുക. അത് നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ ഉതകും. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ദിവസം ആരംഭിക്കുന്നതും വളരെ ഉത്തമമാണ്. അനാവശ്യ കോപവും തർക്കവും ഒഴിവാക്കി ശാന്തത പാലിക്കുക. തുളസി ചെടിക്ക് ജലം കൊടുക്കുന്നതും തുളസി ചെടിയെ പരിപാലിക്കുന്നതും നാളത്തെ ദിവസം വളരെ ഉത്തമമാണ്. അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ ദിവസം ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അതുപോലെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും പരിഹാര മാർഗങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. എല്ലാവർക്കും നാളത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.